ഹലോ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. രാവിലെയോ വൈകിട്ടോ അല്ലെങ്കിൽ രാത്രിയിലോ ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കുംബർ ഇതുപോലെ വട്ടത്തിലൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ അത് തന്നെ ഞാനിവിടെ അതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇനി ഞാനിവിടെ ഇതുപോലെ ഒരു 4 സോസേജ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വട്ടത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സോസേജ് ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അതിന് പകരം നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിലോ ബീഫ് വേണമെങ്കിലോ എഗ്ഗ് വേണമെങ്കിലോ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചിക്കൻ സോസേജ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായത് കൊണ്ട് എടുത്തതാണ്. ഇനിയിപ്പോൾ ചിക്കനും ബീഫും എഗ്ഗും സോസേജും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, വെറുതെ ആണെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് സോസേജ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ആണെങ്കിൽ ചിക്കന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും സോയ സോസൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് തന്നെ വേണം കേട്ടോ. അപ്പോൾ അതൊന്ന് ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചിക്കൻ ആകുമ്പോൾ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ടി വരും. ഇതിൽ ചില്ലും ചീസും ഒക്കെ അടങ്ങിയിട്ടുള്ള സോസേജാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇനി വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. സോസേജിൽ ഉപ്പൊക്കെ ഓൾറെഡി ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് ഇനി ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് സോസേജ് ഇവിടെ ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമ്മളിവിടെ ഇതുപോലെ ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മയോണൈസ് ആക്കി കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മയോണൈസ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ മുന്നേ റെസിപ്പിയൊക്കെ ചെയ്തതാണ്. അതായത് പാലും ഓയിലും വെളുത്തുള്ളിയും പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് നാരങ്ങനീരോ വിനാഗിരിയോ ഏതെങ്കിലും ഒന്ന് കേട്ടോ. പിന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ്. 1 മിനിറ്റ് അടിച്ചെടുത്താൽ തന്നെ ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള മയോണൈസ് കിട്ടും. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആക്കി കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ലെറ്റ്യൂസിൻ്റെ ലീഫ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലെറ്റ്യൂസ് എല്ലാവർക്കും അറിയാവുന്നത് തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ബർഗറിലൊക്കെ വെക്കുന്ന ആ ഒരു ലീഫാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ സോസേജ് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ്റെ പീസ് ഇതുപോലെ നിരത്തിയിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ എഗ്ഗ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് എഗ്ഗ് മുളക് പൊടി ഉപ്പ് ഒക്കെ ചേർത്ത് പുഴുങ്ങിയ എഗ്ഗ് അതൊക്കെ ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് അത് ആ ഒരു മസാലയ്ക്കുള്ള എഗ്ഗ് ഫ്രൈ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ, കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട്. അപ്പോൾ ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒക്കെ ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. ഇനി ഒന്നുമില്ലെങ്കിൽ നമുക്ക് വെറും വെജായിട്ടും ചെയ്യാം കേട്ടോ. ചിക്കനോ ബീഫോ ഒന്നുമില്ലാതെ വെജായിട്ടും ചെയ്യാം. പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാനിനി നമ്മുടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക തന്നെയാണ് കേട്ടോ നല്ലത്. കാരണം ക്യാരറ്റ് കുറച്ചും കൂടെ വട്ടത്തിലൊക്കെ മുറിച്ച് വെക്കുമ്പോൾ കുറച്ച് ഹാർഡാണല്ലോ. അപ്പോൾ നമുക്ക് കുക്കുംബറിൻ്റെ പോലെ അല്ലല്ലോ ക്യാരറ്റ്, കടിക്കാനായിട്ട് കുറച്ച് ഡിസ്റ്റർബൻസ് ആവും. അപ്പോൾ ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുക്കുംബർ ഇതുപോലെ വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ട് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മയോണൈസും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് എത്രയാണോ പച്ചക്കറികൾ വേണ്ടത് അതിനനുസരിച്ചിട്ടോ അല്ലെങ്കിൽ ചിക്കനൊക്കെ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടും സോസ് ഒക്കെ ഓരോരുത്തരുടെ ഫ്ലേവറിനനുസരിച്ചിട്ടൊക്കെ അളവിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്താം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഇനി മറ്റൊരു സ്ലൈസ് ബ്രെഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ടൂത്ത് പിക്കിൽ ഒരു സോസേജും കൂടെ ഇതുപോലെ കുത്തി വെച്ചിട്ട് ഒന്ന് കുത്തി വെച്ച് കൊടുക്കാം, ഇതൊന്ന് വേർപെട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സോസേജ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.